ഞാൻ എൻ്റെ അടുത്ത ലൈവിലെ ഞാൻ അനൗൺസ് ചെയ്യത്തുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ കഴിച്ചാൽ എനിക്ക് കംപ്ലീറ്റ്ലി ഒരു റീസെറ്റ് വേണം. എൻ്റെ ഹെൽത്ത് ഒക്കെ ഭയങ്കര വീക്കാണ്. അപ്പം ഞാൻ ഇതെല്ലാം ഒന്ന് ഊരി അഴിച്ച് വീട്ടിലോട്ട് കൊണ്ടുപോവാണ്. അതുപോലെ ഡ്രീമർ എന്നെ നന്നാക്കാൻ പോവാണെന്നാണ് ഡ്രീമർ പറഞ്ഞത്. അല്ലേ ഡ്രീമറെ? ഞാൻ ഡ്രീമറാണ് എൻ്റെ ട്രെയിനർ. ഗൈസ് എനിക്കൊരു കുറച്ച് ദിവസം സമയം വേണം. സീരിയസ് ആയിട്ട് എനിക്കൊരു 2-3 ദിവസം സമയം വേണം. എന്താ ഞാനപ്പോൾ എനിക്ക് വീട്ടിൽ പോയി ഇപ്പം എടുത്ത PC എടുത്ത് ഇവിടെ കൊണ്ടുവരണം. ഈ PC ഇതെല്ലാം എനിക്ക് വീട്ടിൽ കൊണ്ടുവെക്കണം. എനിക്കൊരു 2-3 ദിവസം സമയം വേണം. എനിക്ക് ഒട്ടും വയ്യ, ഞാൻ ഒട്ടും ഓക്കെ ആയിട്ടില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങണടാ, ഞാൻ ഉറങ്ങാൻ പോകണടാ. എനിക്കിന്ന് നേരത്തെ കിടന്ന് ഉറങ്ങണം. എനിക്ക് എടാ ഞാൻ പാരസെറ്റമോളാണ് ഇരിക്കണം. ഞാൻ എടാ ഞാൻ നന്നാവുന്നല്ലടാ, ഡ്രീമർ നശിച്ചെന്നാണ് പറയണത് ഇവിടെ ആൾക്കാർ ചാറ്റില്. ചേട്ടാ 2 people സ്കിപ്പ് പോയിന്റ് മിസ്ഡ്. അയ്യോ ആരുടെയൊക്കെ എടാ കാണുന്നില്ലടാ ഇതിനകത്ത്, ആക്ടിവിറ്റി ഫീഡിൽ ഇല്ലടാ. എന്ത് ചെയ്യടാ അത് കാണിക്കാ. ഹൗ ഈസ് റാംബോ ബ്രോ? ഹെൽത്ത് ഓക്കെ അല്ല റാംബോ? ഇതെന്ത് ഇത് ഒത്തിരി വീക്ക് മുമ്പത്തെയാന്ന് തോന്നുന്നു. റാംബോ ബ്രോ ഹെൽത്ത് ഓക്കെ അല്ല, അതാണ് ഹെൽത്ത് സെറ്റാക്കാനടാ. മൊത്തത്തിൽ പോയിരിക്കുവാ ഞാനിപ്പോ എന്റെ ഹെൽത്ത് ഇഷ്യൂ എന്താണെന്ന് പറഞ്ഞാൽ നാളെ അടുത്തത് അത് വെച്ചിട്ടാണ് തന്തേലാഴി പറയാൻ പോണത്. മറ്റേ 5ാം ക്ലാസ്സിലെ ഫുണ്ടുകൾ 5ാം ക്ലാസ്സിലെ ഫുണ്ടുകൾ ക്യാൻസർ ആണെന്നും അങ്ങനെയൊക്കെ പറഞ്ഞു കളയും. മനസ്സിലായ? അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കളയും. അതുകൊണ്ട് അത് ഞാൻ എന്താ പറയണില്ല. അതുകൊണ്ട് അത് എനിക്ക് കുറച്ച് ഇത് വേണ്ടുന്ന ഒരു കാര്യമാണ്. കുറച്ച് ഇതും കെവിൻ അപ്ഡേറ്റ്. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, നിന്നെ ഏതോ പെങ്കൊച്ചിന്റെ കൂടെ ഇവിടെ കറങ്ങി നടക്കണം കണ്ടെന്ന് പറഞ്ഞിട്ട് ഇവൻ വിളിച്ചായിരുന്നല്ലോ. ചുറ്റാൻ വേണ്ടി പെണ്ണിന്റെ കൂടെ കറങ്ങണ. എന്താ കേട്ടില്ല. കുഞ്ഞമ്മയുടെ മോളെന്ന് അപ്പച്ചീന്റെ മോളായാലും അതെ. നാളെ എന്റെ അപ്പച്ചിയുടെ മോക്കൊരു PSC എക്സാം ഉണ്ട്. ഇവരെല്ലാം ഉണ്ടായിരുന്നു. ലുലു മോളി വെച്ചത് ഇത് ഇത്ര നാൾ എറണാകുളത്തായിട്ട് ഇവനെ ഞാൻ കണ്ടിട്ടില്ല. ഇവൻ എറണാകുളത്തൊരു ഫ്ലാറ്റ് ഉണ്ടടാ. അവിടെ കറണ്ട് ഇല്ലേ? പക്ഷെ ഞാൻ ഇവിടുന്ന് മാറും, അതല്ലേ? നിങ്ങൾ റൂം കഴിഞ്ഞാ? എടാ എന്റെ റൂമിന് എന്റെ ഈ വീട് എനിക്ക് ഇനി ഒരു 1.5 മാസം 2 മാസം അല്ല. നീ തിരുവനന്തപുരത്ത് പോകോ? അപ്പൊ അത് സ്ഥിരതാമസമായത്. ഞാൻ ഇവന്മാരോട് പറഞ്ഞാണേ, ഇവന്മാരെന്നോട് പറഞ്ഞു കേട്ടാ. ഞാനിനി ഫുൾ ലൈവൊക്കെ കാര്യങ്ങളൊക്കെയാണ്. ഞങ്ങൾ ഒരുമിച്ച് നിൽക്കാൻ പോവാ. നമ്മള് റൂം എടുത്തിട്ട് നമ്മൾ ഒരുമിച്ച് എല്ലാരും കൂടെ ഒരുമിച്ച് നിൽക്കാൻ പോവാണെന്ന് പറഞ്ഞു കേട്ടാ. അപ്പം ഞാൻ ഇവന്മാരുടെ അപ്പോഴേ പറഞ്ഞ്, എടാ ഒരു വീടെടുത്ത് മാറുമ്പോ മറ്റേ കുക്ക് ചെയ്യല്, ഫുഡ് ഉണ്ടാക്കല്, ഇതൊന്നും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഇതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. ഞങ്ങൾ 4-5 പേരില്ലേ ഇവരെ ഇവരെല്ലാരും ഇല്ല അണ്ണാ. എന്നിട്ട് ഇവരൊരു എഗ്രിമെന്റ് ആയിരുന്നു കേട്ടാ. ഇവരൊരു എഗ്രിമെന്റില് മാമൻ, ഇവന്, വസി 4 പേരുള്ള എഗ്രിമെന്റ് ആയിരുന്നു. ഈ റൂം സൈൻ ചെയ്തതിന്റെ അന്ന് മാമൻ തട്ടട ഇടാൻ മാമൻ തട്ടട തുടങ്ങി അറിഞ്ഞില്ല. എവിടെയാണ് അവന്റെ ഫാമിലി അതന്നെ. അത് പറഞ്ഞേ ധനവച്ചപുരത്ത് തട്ടുകടയിട്ട്. അപ്പൊ മാമന്റെ തട്ടുകട ഉണ്ട് അവിടെ. അപ്പൊ തട്ടുകടയിലോട്ട് അവൻ തുടങ്ങിയപ്പോ തന്നെ തട്ടുകടയിൽ പോയി. ഇവര് രാത്രിയില് മറ്റേ കപ്പലണ്ടിയും വെള്ളമൊക്കെ കുടിച്ച് പപ്സൊക്കെ തിന്ന്. എടാ ഞാൻ ഒന്നുമില്ലെങ്കിൽ നീ മറ്റേ ഇത് പഠിച്ചവനല്ലേ, നീ ഇങ്ങോട്ട് നീങ്ങിയിരിക്കും. എടാ ഒന്നുമില്ലെങ്കിൽ നീ മറ്റേ ഇത് പഠിച്ചവനല്ലേ. അവിടെ ഇൻഡക്ഷൻ കുക്കറുണ്ട്, അത് 1000-ലിട്ട് 5000-ൽ പോയി. ഞങ്ങളെ ഒരു ദിവസം ഒരു മീൻ മേടിച്ചേട്ടോ. ഞങ്ങളൊരു 1/2 കിലോ മീനൊക്കെ മേടിച്ച് ഫ്രൈ ചെയ്യാന്നൊക്കെ പ്ലാനിലിരുന്നിട്ട് എണ്ണ ചൂടായി മീനെ കൊണ്ടെടുത്തത് ഫുൾ പൊട്ടിത്തെറി. അവിടെ മൊത്തം കരിഞ്ഞു പോയി. ഇൻഡക്ഷൻ കുക്കറിൽ കുക്ക് ചെയ്യാൻ പറ്റില്ല.
ഇൻഡക്ഷൻ കുക്കറിൽ കുക്ക് ചെയ്യാൻ പറ്റില്ലെന്നോ? ഇല്ല, ഗ്യാസ് ഉണ്ടെന്ന് ഞാൻ അവർക്ക് എടാ ഇവൻ എന്തോ പഠിച്ചെന്നറിയോ നിങ്ങൾക്ക് എല്ലാവർക്കും? ഹോട്ടൽ മാനേജ്മെന്റ്. ഷെഫാണ് അവൻ, ഷെഫ്. എടാ നീ ഇന്ന് വരെ ഒരു നാരങ്ങയുള്ള വാഴക്കപ്പോ ഇത്ര നീളം ഉണ്ടായിരുന്നു. അവിടെ പഠിപ്പിച്ചില്ലായിരുന്നു. എടാ നിനക്ക് മുട്ട പൊരിക്കാനും മാഗി ഉണ്ടാക്കാനും അല്ലാതെ നിനക്ക് അറിഞ്ഞൂടാ. ചിക്കൻ മീൻ എല്ലാം പുറത്തെ ഡിഷസ് ഇന്ത്യൻ പറ്റില്ല. ആൽഫ്രഡോ പാസ്ത ഇന്ത്യൻ പറ്റില്ല. ഇന്ത്യൻ ഇഷ്ടമല്ല. ഞാൻ ഒരു കാര്യം പറയാം, താഴെ ഒരു വിശാലമായ കിച്ചൺ ഉണ്ട്, ഒന്ന് പോയി എന്തെങ്കിലും ഉണ്ടാക്കി തരാം. ഇത് ആരെന്താ പറഞ്ഞേ? കുറെ നാളായിട്ട് ബ്രോയുടെ ലൈവ് കൊണ്ടുള്ള ആൾക്കാരെ ജസ്റ്റ് ഫോർ റിലാക്സേഷൻ ആണ്. റാംബോ ബ്രോ എല്ലാം സെറ്റാക്കാം. ഞാൻ ഈ ഗ്യാപ്പ് എടുക്കുന്നത് അതിനു വേണ്ടി മാത്രമാണ്. ഞാൻ ഈ ഒരു 3 ദിവസത്തെ ഗ്യാപ്പ് എടുത്തതിന് തിരിച്ചു വന്നതിന് ശേഷം എവറിത്തിങ് ഗോണ റീസെറ്റ്. എനിക്ക് 1.5 മണിക്കൂറുള്ളൂ വീട്ടിലോട്ട്. ദിവസവും ഞാൻ വരും. എനിക്ക് 5 മിനിറ്റ് വരണ്ട. ഇല്ലളിയാ, എനിക്ക് വയ്യടാ, എനിക്ക് സത്യമായിട്ടും വയ്യ കളിയാ. ഞാൻ മരുന്ന് ഇതായിട്ടിരിക്കുക. ഓക്കെ അല്ലേ? ഹെൽത്ത് ഒക്കെ ഓക്കെ അല്ലടാ, ഒന്നും വേണ്ട. നിങ്ങളുടെ സൈഡിൽ വണ്ടർലെ പോയിട്ട് നിനക്കൊന്നും പറ്റിയില്ല. എനിക്ക് രാവിലെ ചുമയും ചുടുകട്ട പോലെ ഞാൻ പനിയുണ്ടായിരുന്നു. അയ്യോ, ഞാൻ പറഞ്ഞു എന്റെ ശരീരത്തിന് സീനാണോ? എന്റെ ശരീരത്തിൽ ഇമ്മ്യൂണിറ്റി 6.2 ഒക്കെ ഉണ്ട്. ഇമ്മ്യൂണിറ്റി ഭയങ്കര വടിയിൽ അടുത്തോട്ട് ഇങ്ങനെ വരൂല പനിയൊന്നും ചിലതൊന്നും. പിന്നെ എങ്ങനെ ബാക്ടീരിയ വരും? പനിക്ക് പേടിയാന്ന് ബാക്ടീരിയ ചത്തോലെ. എടാ എങ്ങനെ സുന്ദരി പണിത് കറുപ്പടിച്ച് ഇപ്പൊ കറുത്ത സുന്ദരൻ അടിപൊളിയായി അണ്ണന്ന് പറഞ്ഞോട്ടോ. ഇങ്ങനെ ഇതൊക്കെ ഉണ്ട്, ടർബോ ഒക്കെ ഉണ്ട്. സുന്ദരി കമ്പാക്ക്. അപ്പൊ ബോബൊക്കെ എറണാകുളം വിടുവാണ്. റിക്രൂട്ട്മെന്റ് ഹിൻഡായിട്ടൊന്നും ഇല്ലടാ. നമ്മള് അണ്ണനെ വിടുവല്ലേ? ഞാൻ എറണാകുളത്ത് തന്നെ ഉണ്ടാവും. പുനീതന്റെ കൂടെ കാണും ഞാൻ. ഈ മാസം വാടക കൊടുക്കാൻ നിങ്ങളുടെ വീടിന് വാട കൊടുക്കണോന്ന് അല്ല, അത് കൊടുക്കാം. ബാക്കിത്തെ ലൈറ്റ് കളയോ അണ്ണാ? ഒട്ടിച്ചു അണ്ണനോട് ഇന്നൊരു 3 മണിക്കൂർ ഒട്ടിച്ചത്. ഇത്തിരി ടൈം എടുത്ത് നമ്മളത് ഒട്ടിക്കാൻ ഓർമ്മയുണ്ടോ? ഇവനുണ്ടായ കണ്ണാപ്പില്ല. ഞാനും ചേച്ചി ഇവനും അണ്ണനും കൂടി ഇരുന്നിട്ട് ഗൈസ് ഇവന്മാര് അടിക്കാമെന്നല്ല, ഇവന്മാര് പോവാ. ഗൈസ് ഇവന്മാര് രാവിലെ വെളുപ്പിന് പോവാ. ഞങ്ങള് പോകുന്ന കാര്യം പറയാൻ വന്ന അണ്ണന്റെ അടുത്ത്. ട്രിവാൻഡ്രത്ത് പോവാ. ഇവർ ഇത്ര നാൾ എവിടെ, അതായത് ടുബോർഗിന്റെ ഗേൾഫ്രണ്ടിന്റെ വീട്ടിലാണ് ഇവര് വാടകയ്ക്ക് താമസിച്ചോണ്ടിരുന്നത്. മനസ്സിലായോ? മേളത്തെ നിലയിൽ. അപ്പൊ ഇവര് പോവാ. ഇവര് അതൊന്ന് വെക്കേറ്റ് ആയി പോവാ, തിരിച്ച് ട്രിവാൻഡ്രത്തോട്ട് പോവാ. അപ്പൊ നീയും ഞാൻ തൃപ്പൂണിത്തറ കോഴ്സ് പഠിക്കാനായിട്ട്. അല്ല, നീ ഇപ്പൊ ട്രിവാൻഡ്രം പോവാണ്. കൊല്ലത്തോട്ട് PC ആയിട്ട് വരും. ലൈവൊക്കെ സ്നൈപ്പ് AFK എന്ന് റിക്രൂട്ട്മെന്റ് ഹിന്റ് എല്ലാം ഞാൻ വരുമ്പോ തരാടാ. എല്ലാരും ഒരു 2 ദിവസം വെയിറ്റ് ചെയ്യും. അതൊന്നും പറയില്ല. നീ വിദുരനാഥ് ഇവർക്ക് അറിയത്തില്ലല്ലോ. സെപ്പറേറ്റ് ഫാൻസ് ഉണ്ട്. ഇതിനൊക്കെ ഇത്തിരി പ്രശ്നമാണ്. ഒരു ലൈവില് അണ്ണന്റെ ലൈവില് ഞാൻ കുക്ക് ചെയ്യും കേട്ടോ. അയ്യാറല്ല പോലെ എടാ വാശി എന്ന് പറഞ്ഞാൽ ഇപ്പൊ താഴെ പോയി അയ്യാറിലിടും. ഇപ്പൊ പോയി ചിക്കൻ മേടിച്ചോണ്ട് വന്നു. ചിക്കനൊക്കെ മേടിച്ച് ഇപ്പൊ പോയി മേടിച്ചോണ്ട് വന്ന് ഞാൻ താഴെ മുതൽ അയ്യാറിലിടും. ചിക്കൻ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. ചിക്കൻ നിനക്ക് എന്താ ഉണ്ടാക്കും? എയർ ഫ്രൈ. നൈസ് കുക്കിംഗ് ബ്രോ. എയർ ഫ്രൈ
എടാ എയർ ഫ്രൈ ആർക്കാണ് അറിയാത്തെ? എടാ നീ ഒരു പ്രൊഫഷണലി ക്വാളിഫൈഡ് ഷെഫ് അല്ലേ? മറ്റേ പുള്ളിയെ പോലെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് തേങ്ങാപ്പാൽ മാത്രമേ പുള്ളി ഒഴിക്കൂ. ഒന്നാം പാൽ, രണ്ടാം പാൽ, അഞ്ചാം പാൽ ഇവൻ മാത്രമല്ല ടിവിയിൽ ഒരു ഷെഫും കൂടി ഉണ്ട്. ആര്? മന്ദാരം. മന്ദാര ഷെഫാ. മന്ദാരം ബാറി തന്നെയാണ് ബാറില്. ഞാൻ ഇതുപോലെയല്ല, ഞാൻ ഇച്ചിരി ഫുഡൊക്കെ ഉണ്ടാക്കും. എന്താടാ ബോബ് നിർവ്വാണം ഫിഷ് നിർവ്വാണം ഉണ്ടാക്കാന്നും പറയല്ലേ ഉരുവാണോന്നും പിള്ളേരെ കൊടുത്തേ. ചിക്കൻ ബ്ലാക്ക് പെപ്പർ ഫ്രൈ. ഫ്ലെക്സ് ഒക്കെ വെക്കുന്നുണ്ട്. എടാ എന്നാ നിന്റെ ഗെയിമിംഗ് റൂം ഇനാഗ്രേഷൻ? അണ്ണാ നമ്മ 40 വില തലവെട്ടിച്ച് വെച്ച് റൂമിന്റെ കണ്ണാപ്പിയുടെ റൂമിന്റെ പണിയൊക്കെ കഴിഞ്ഞു ഗൈസ്. അങ്ങ് മാറിയേട്ടാ. റൂമൊക്കെ അങ്ങ് മാറിപ്പോയി. ഫോട്ടോ ഉണ്ട് ഇപ്പൊ തന്നെ റിവീൽ ചെയ്യാലോ. ഇപ്പൊ തന്നെ അങ്ങ് റിവീൽ ഇവന്റെ പുതിയ ബാക്ക്ഗ്രൗണ്ട് ആണ് ലൈവ് ഇട്ടെങ്കിൽ അത്ര ഗതികേട് എനിക്ക് തോന്നുന്നു. അത് വേണ്ട അതൊരു പ്രൊമോഷൻ ഞാൻ റിവീൽ ചെയ്യാൻ പോണേ. സാധനമുണ്ട് കൈ തന്നെ ഉണ്ട്. ഞാൻ റിവീൽ ചെയ്യാൻ പോണേ. ഞാൻ റിവീൽ ചെയ്യാം കണ്ണാപ്പി, വേറെ ആരുമില്ല. ഞാൻ റിവീൽ ചെയ്യാം. നാളെ എന്നെ വിളിക്കരുത്. ഞാൻ റിവീൽ ചെയ്യാൻ പോണേ. നോക്ക് എങ്ങനെയുണ്ട്. ഞാൻ റിവീൽ ചെയ്യാൻ പോണേ. കണ്ണാപ്പി റിവീൽ ചെയ്യണേ. സോറിടാ കണ്ണാപ്പി, സോറി വന്നത് ആക്ച്വലി സോറി പേടിക്കല്ലേ ഇതാണ് കണ്ണാപ്പിയുടെ ഗെയിമിംഗ് റൂം. അതെ കാശിറക്കി കാണിച്ചല്ലോ. കാണിച്ചു റിവീൽ ചെയ്തു. സോറിടാ, സോ സോറി. ഇപ്പൊ എന്ത് പറഞ്ഞാലേ എടാ അതിലൊരു ചെറിയ സിമ്പിൾ ഉണ്ടായിരുന്നു, അവര് കണ്ടുപിടിച്ചത്. അത് നമ്മളുണ്ട് വേണം കണബി അല്ലാതെ ഉണ്ടോ എന്റെ കയ്യില്? ട്രിഗർ ചെയ്ത് കാണിച്ചു വെച്ചു. ഞാൻ ഒറിജിനൽ കാണിക്കാം. എന്ത് ചെയ്യണം എന്റെ ചാറ്റ്? എന്ത് കൊടു. ഇപ്പൊ വാ അടയും. ഇപ്പൊ എല്ലാത്തിനും വാ അടയും. എല്ലാത്തിന്റെയും നിങ്ങളെയൊക്കെ സെറ്റപ്പാണെന്നാണ് വിചാരിച്ചത്. ലോക്കൽ സെറ്റപ്പ് കോടികളുടെ ഇത് കണ്ടെത്തി പൊട്ടു പൈസ പൊട്ടിയത് കണ്ട സാധനം കാശിറങ്ങി. കണ്ട കാണിച്ചോ. അയ്യോ കാണിച്ചു പോടാ. ഇതാണ് കള്ളം എടാ ഇത് സത്യമായിട്ട് ഇതാണ് വേണമെങ്കിൽ കണ്ടുപിടി. ഇത് ഏതോ ഇവിടെ തൂങ്ങിട്ട് അവന്റെ വീടിന്റെ ആധാരം എടാ അറ്റ്ലീസ്റ്റ് പനിയിലാണ് കുടിക്കണോ? തണുപ്പില്ലാത്ത ഞാൻ ബാസന്റെ കട്ടോട്ട് അടിക്കാൻ കൊടുത്തു. അത് കിട്ടിയിട്ട് വിളിക്കാൻ. ഒരു ചായ എങ്കിലും ഫ്ലെക്സ് ടിവിയുടെ എല്ലാവരും ഉണ്ട്. ഫ്ലെക്സ് ടിവിയുടെ എല്ലാവരും ഉണ്ട്. ഒരാൾക്കുള്ളതാ. അങ്ങനെയല്ല, എല്ലാവർക്കും ഇടുവാന്നെ എല്ലാവർക്കും ഇടണേ. പറയടാ. എടാ കണ്ണാപ്പി നീ കുറ്റസമ്മതം നടത്തിയ കണ്ണാപ്പി, നീയാണ് വാള് എന്റെ അമ്മ സത്യം ഞാൻ വാട് വെച്ചില്ല. ഞാനല്ല ആള്. അണ്ണാ കോച്ച് അണ്ണാ തമിഴ്നാട് സിംഗത്തെ പോലെ നിന്നിട്ട് കോച്ചാള് 24 മണിക്കൂർ കോച്ച്. അല്ല നമ്മുടെ കൂട്ടത്തിൽ എല്ലാരും രാവിലെ ഒരുമിച്ചാ കിടന്നത്. നീ മാത്രമേ നേരത്തെ എടാ തിരിച്ചു വാ.
ശരീരത്തിൽ മദ്യൽക്കത്തോലും ഇല്ല കോച്ചിന്. എടാ കണ്ണാ അവള് വിളിച്ചിട്ടേ ഡ്രീമറുടെ PC-ല്. അവള് വിളിച്ചിട്ട് കിച്ചണിൽ കയറിയാ മുട്ടുകാലം അല്ലി പിടിക്കുമെന്ന് പറഞ്ഞു. ലൈവ് കണ്ടോണ്ടിരിക്കുകയാണ്. എനിക്ക് വോയിസ് ഇല്ല, സത്യമായിട്ട് എനിക്ക് വോയിസ് ഇല്ല. കാരണം ഞാൻ 2 വട്ടം ഇവർക്ക് വേണ്ടി സംസാരിച്ചാണ്. ഞാൻ 2 വട്ടം ഇവർക്ക് വേണ്ടി സംസാരിച്ച് കിച്ചണിൽ ഞാൻ കയറി. സത്യം പറയട്ടെ ഇങ്ങളെ, അത് നീയല്ലടാ. നിന്റെ അച്ഛനാണ് ഞാൻ ബോയുടെ ചായക്ക് എപ്പോ റെഡിയാകും ഹെൽത്ത്. ബോയുടെ ചായ കുടിച്ച് ഇപ്പൊ റെഡിയാകുന്ന ഹെൽത്ത് കളയണമെന്ന്. റാംബോ ബ്രോ താങ്ക് യു സോ മച്ച് 1000 പോയിന്റ്. എടാ ഞാനും രായനും കെട്ടിപ്പിടിച്ചതാ നേരെ ഈ പാവയും ഞാനും രായനോടായിരുന്നു ഇവിടെ കിടന്നുറങ്ങിയത്. അത് ഇന്നും നിഗൂഢമായ ഒരു കേസായിട്ട് കിടക്കുക ഇപ്പോഴും അത്. കാരണം എനിക്ക് ഇനി ഇവർക്ക് വേണ്ടി എന്റെ ഉണ്ടാക്കാൻ പറ്റത്തില്ല കൈസ്. അടി മനുഷ്യ പായ കെട്ടിപ്പിടിച്ച് താഴെ കിടക്കുന്നത്. ഒരിക്കലും എനിക്ക് താഴെ ഇറങ്ങാനുള്ള ബോധം ഉണ്ടെങ്കിലല്ലേ ചേർത്തട്ടാ അവിടെ പോയി വെക്കും. ശരത്തേട്ടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, മൾട്ടിപ്പിൾ ടൈംസ് ഞാൻ ഇവന്മാർക്ക് വേണ്ടി അവളുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ഇനി പറ്റൂല. ഇനി അവള് പറയുന്ന കേക്കുക, ചായ ഇടാതിരിക്കുക, കിച്ചണിൽ കയറാതിരിക്കുക. ഇല്ല എടാ അവൻ ചായ ഇടുവാണോ? അങ്ങനെയാണെങ്കിൽ ചായ കുടിച്ചിട്ട് ലൈവ് നിർത്താട്ടോ. ചായ കുടിക്കണത് അവന്റെ ചായ വരട്ടെ. ചായ അതോടെ തീരും. ചേച്ചി പറയുന്നത് നീ ഒന്ന് ആലോചിച്ച് നോക്കിയടാ. അതാ ഒരു ഇച്ചിരി പോകുന്ന ചെറുക്കന് ഗിഫ്റ്റ് കൊടുത്ത നിന്റെ അത്രയോ നിന്നേക്കാളും വലുതായത്. ഇത് കണ്ടാ ലൈവ് പോയി. ലൈവ് പോയാ? ഇല്ല കുറച്ചുകൂടെ അടുത്ത് തന്നെ കേട്ടാ. 2 സ്നൈപ്പാണ് പാവട്ടെ. 2 സ്നൈപ്പ്. ഇത്രയും പെട്ടെന്ന് ചായ ഉണ്ടാ ചായ ചായ പച്ചവെള്ളം ഇത്തിരി കഷ്ടപ്പെട്ടിട്ട് എനിക്ക് വേണ്ട. എങ്ങനെയുണ്ടെന്ന് പറ. കട്ടനാ ചൂട് ഊതിക്കുടി കൊള്ളാം. നല്ല എടാ 4 വർഷം പഠിച്ചതേ ചുമ്മാ നാട്ടുകാരെ കാണിക്കാനല്ല. അച്ഛൻ എന്റെ ലോങ്ങോട്ടാണ് പഠിപ്പിച്ചത്. അതിന് വേണ്ടി ചായ ആശിന്റെ എക്സ്പ്രഷൻ കണ്ട. ആശി ഇഷ്ടപ്പെട്ടു സാധനം. ഗിഫ്റ്റ്. എനിക്ക് വേണ്ട. എനിക്ക് ചായ വേണ്ട. എനിക്ക് വേണ്ട. മുഖത്ത് നോക്കിയേ ആ ചായ. പവർ നോക്കിയേ. മെഡിസിൻ കഴിച്ചോണ്ട് ചായ കുടിക്കാൻ പാടില്ല. കണ്ടാ 2 മിനിറ്റിൽ എങ്ങനെ ചായ ഇട്ടത്? അതാ എന്റെ ചോദ്യം. എങ്ങനെ ചായ ഇട്ട്? മനസ്സിലാക്കിയോ? ഓക്കെ അല്ലേ? നിങ്ങൾക്ക് നഷ്ടം. ഇല്ല എനിക്ക് വേണ്ട എന്തായാലും ചായ. ഇല്ല അണ്ണം കുടിക്കണ്ട. പനിയല്ലേ ആശ കുടിക്കട്ടെ. ഈ ചായയിലാവും കോൺഫിഡന്റ് ആണാ. എടാ ഇനി എപ്പോ പോർച്ചുഗലിന്റെ കളി ഇനി ഉണ്ടാവോ? അവര് ഇതായിട്ട് ഇതാവോ? എന്താ ഡോൾബി അറ്റ്മോസ് ചുമയൊക്കെ വീട് വാർത്ത ഉണ്ട്